നേതാക്കൾക്ക് ഇനി ഉറക്കം കിട്ടാത്ത പ്രകൃതി ദുരന്തങ്ങളുണ്ടാവും. മുല്ലപ്പെരിയാർ ഏത് സമയത്തും പൊട്ടുവാൻ സാധ്യതയുണ്ട്. ഇന്ന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. 50 കഴിഞ്ഞ് 100 കഴിഞ്ഞ് ഇന്ന് ഡാം ഭയങ്കര ബലക്ഷയത്തിനകത്തിരിക്കുക. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇനി വിജയ് അണ്ണൻ വന്നാലും സ്റ്റാലിൻ വന്നാലും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആ കാലത്തിലെ കഷ്ടം കഴിച്ച് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും. അതിനുശേഷം എന്താ? ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകും, മനുഷ്യപുത്രർ മഹാ തേജസ്സോട് ശക്തിയോട് മടങ്ങി വരും. ഭൂമിയിലെ സകല ഗോത്രങ്ങളെ പ്രലാപിച്ചുകൊണ്ട് അവൻ മടങ്ങി വരുന്ന നാം കാണും. 4 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞു. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്നൊരു കാലം വരാറായി. ആ സൂര്യൻ മനുഷ്യനെ കൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യാശ നീതി സൂര്യനായ കർത്താവ് മടങ്ങി വരും. ആകാശത്തിൽ നിന്ന് പാറ വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ദൈവസഭ എടുക്കപ്പെടും. ഇവിടെ വെള്ളത്തിനകത്ത് ഇൻഫെക്ഷൻ വന്ന് വാട്ടർ ഇൻഫെക്ഷൻ പോലെ കാഞ്ഞിരം പോലെ അനവധി പേർ മരിച്ചു വീഴും. അതിനു മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ മശിഹ മടങ്ങി വരും. ആകാശത്ത് നിന്ന് വീഴുന്ന വൻമലകളിൽ വെള്ളം മുഴുവൻ രക്തമായി തീരും. സമുദ്രത്തിലെ മരണം പോലെ മനുഷ്യൻ പിടച്ചടിച്ച് മരിക്കുന്ന ഒരു കാലം വരാറായി. ആ രക്തവെള്ളം നമ്മുടെ അടുപ്പിൽ വരുന്നതിന് മുമ്പ്, വസ്ത്രത്തിൽ വീഴുന്നതിന് മുമ്പ്, നമ്മുടെ തലകളിൽ അത് പതിയുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മടങ്ങി വരും. അടുത്ത 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ. അതിനകത്ത് വരാൻ പോകുന്ന വൻ ഭൂകമ്പം. ഇതാണ് ഇന്നിപ്പോൾ വെനീസുല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലിപ്പൈൻസ് എല്ലാം ഭൂകമ്പം ഉണ്ടായി. എന്താ ഭൂകമ്പം? ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ വചനം അങ്ങ് കേൾക്കണം, നല്ല വ്യക്തമായിട്ട്. നാം പാർക്കുന്ന ഭൂമി സൂര്യൻ്റെ ആകാശത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ ഭൂമി. ഭൂമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിസ്ഥാനമായി 3 തട്ടുകളാണ്. 1 ക്രിസ്റ്റ്, 2 അവിടെ വീട് വെക്കാൻ വെള്ളം കിട്ടും, ഇതെല്ലാം 1-ാം ഘടകം ക്രിസ്റ്റ്. 2 കട്ടിപ്പാറ, 2000 കിലോമീറ്റർ മാൻഡിഡിൻ്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റിനെ വിളിച്ചിട്ടുണ്ട്. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം, അതിൻ്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ്. ദൈവം ഭൂമി ഒരു നാളും ഇളകിപ്പാതെ വണ്ണം. സങ്കീർത്തനം 104:3-4 ആ വാക്യങ്ങൾ ഇങ്ങനെയുണ്ട്. ഭൂമിയുടെ അടിസ്ഥാനം ഒരു നാളും ഇളകിപ്പോകാതെ വണ്ണം അതിനെ അടിസ്ഥാനത്തിൽ ദൈവം നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ്. ടെക്ടോണിക് പ്ലേറ്റ് കഴിഞ്ഞിട്ട് 4ാമത്തെ ഭാഗമാ കോർ, അതിൻ്റെ പേരാ പാതാളം. പാതാളത്തിനകത്ത് 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. 1 പാതാളം, 2 യാതനാസ്ഥലം, 3 അഗാധ കൂപം. ഇതാ പാതാളത്തിൻ്റെ മെയിൻ പ്രത്യേകത. ഒരിക്കൽ കൂടി സയൻസ്: 1 ക്രിസ്റ്റ്, 2 മാൻഡിഡ്, 3 ടെക്ടോണിക് പ്ലേറ്റ്, കമ്പനങ്ങൾ ഭൂമിയെ നിലനിർത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിയിലാ ഏറ്റവും നിർണായകമായി അധോഭാഗം. ഇയ്യോബ് ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു, ഭൂമിയിൽ നിന്ന് ആഹാരം വിളയുന്നു, അധോഭാഗം. അങ്ങനെയെങ്കിൽ 1ാമത്തെ പ്ലേറ്റ്, ആ പ്ലേറ്റിൽ കൂടെ രാഹുൽ ഗാന്ധി ഇതിലെ കൂടെ ഭാരത് ജോഡോ, കന്യാകുമാരി, കാശ്മീർ, അതുവഴി നേരെ ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഗൾഫ് വരെ കിടക്കുന്ന തുർക്കി വരെ കിടക്കുന്ന പ്ലേറ്റ ഏഷ്യൻ പ്ലേറ്റ്. 2ാമത്തെ പ്ലേറ്റ് പറഞ്ഞുതരാം: ന്യൂഡൽഹി, ബർമ, റംഗൂൺ, അത് കഴിഞ്ഞ് നേരെ UK, അങ്ങനെ പോയി ആഫ്രിക്കയുടെ അറ്റം വരെ കിടക്കുന്ന 2ാമത്തെ പേര ടിബറ്റൻ പ്ലേറ്റ്. അതുകൊണ്ടാണ് ഡൽഹിയിൽ ആ ഭൂകമ്പം നടക്കുന്നത്. ടെക്നോ പാർക്കിലെ പെങ്കൊച്ച് ജീവനം കൊണ്ട് സ്ഥലം വിടും. മനസ്സിലാകുന്നവർക്കായി, കുലുങ്ങുന്നത് ഡൽഹിയാ, ടെക്നോ പാർക്കിലെ ഗ്ലാസ് കൂട്ടിയിടിക്കും. അതാ ഈ കമ്പനം നടക്കുന്നത്, അതിൻ്റെ പേരാ ഭൂകമ്പം. അത് കഴിഞ്ഞിട്ട് പാതാളത്തിനകത്ത് 4 തട്ടുണ്ട്. 1 ജനറൽ, 2 സ്ലീപ്പർ, 3 AC. അതാ പാതാളം, യാതനാസ്ഥലം, അഗാധകൂപം. അങ്ങനെ അവിടെ പോയ ഏതെങ്കിലും അച്ചായന്മാരെ പറ്റി വല്ലവർക്കും അറിയാമോ? ലൂക്കോസ് 16 ഒരു അച്ചായനുണ്ട്. അച്ചായൻ്റെ പേര് പിന്മാറ്റത്തിൽ പുത്തൻ വീട്ടിൽ തോമാച്ചായൻ ധനവാൻ. സന്തോഷമില്ലല്ലോ, അങ്ങനെ പേര് കേട്ട എത്ര പേരുണ്ട്? സ്വോത്രം. പിന്മാറ്റത്തിൽ പുത്തൻ വീട്, പേര് ധനവാൻ തോമാച്ചായൻ. പള്ളി വരത്തുമില്ല, ആരാധനയ്ക്ക് വരത്തുമില്ല, ലൂലു മാളിലും അവിടെ ഇവിടെ എല്ലാം കൂടെ പോയിക്കൊണ്ടിരുന്നത്. അച്ചായൻ്റെ പടിവാതൊക്കെ വീട്ടുവാക്ക് ഒരുവനുണ്ടായിരുന്ന ലാസർ. അച്ചായൻ കുറച്ച് മാന്യതയുള്ളവനായിരുന്നു. ഇന്ന് ചാച്ചായന്മാരെന്ന വല്ല അൽസേഷനും വിട്ട് കടുപ്പിച്ചാണ്, മനസ്സിലാകുന്നവർക്കായി. ഈ അച്ചായ ഇടയ്ക്കിടയ്ക്ക് 2 പരിപ്പോടെയും ചായയും കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ആ ലാസറും അവിടെ കിടന്നില്ല, കല്ലെറിഞ്ഞാനും അതിൽ മനസ്സിലാക്കുന്നവർക്കായി. അപ്പോൾ 2 പേർക്കും കോവിഡ് അടിച്ചു. അച്ചായനെയും ലാസറിനെയും കൂടെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇത്തിരി സീരിയസാണ്. അച്ചായൻ്റെ മക്കൾ ഒരുത്തൻ കുവൈറ്റിലായിരുന്നു, ഒരുത്തൻ UK-ലായിരുന്നു. എത്ര പൈസ പോയാലും വേണ്ടിയല്ലോ പപ്പായ്ക്ക് പ്രോട്ടീൻ ട്രിപ്പ് ഇട്ട് എങ്ങനെയെങ്കിലും ശരിയാക്കണോ. മെഡിക്കൽ കോളേജ് പേപ്പർ മേടിച്ച് പപ്പായ കിംസി കൊണ്ടുപോയി, മനസ്സിലാകുന്നവർക്കായി. അവർ പ്രോട്ടീൻ ട്രിപ്പൊക്കെ അടിച്ച് നെഗറ്റീവാക്കി കോവിഡ്.
ആ സമയത്ത് പാവപ്പെട്ട ലാസർ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തൊക്കെ കിടന്ന് തട്ടിപ്പോയി. 108 ആംബുലൻസുകാർ കൊണ്ടുവന്ന് മലമുകളിൽ കൊണ്ട് തട്ടി. അടക്കം എവിടാന്ന് പോലും അറിഞ്ഞില്ല. പിന്നെ ലാസറിനെ എല്ലാവരും കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. മനസ്സിലാക്കുന്നവർക്കായി ധനവാന് നല്ല കോവിഡൊക്കെ മാറി കുഞ്ഞുങ്ങളുടെ വീഡിയോ കോളിൽ സംസാരിച്ച അവൻ നല്ലവനല്ലോ, അവൻ എന്നേക്കുമുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ഉള്ളു, ഒബ്സർവേഷന്. 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാൻ നേരപ്പോൾ അർദ്ധരാത്രിക്ക് ഹാർട്ട് അറ്റാക്ക്, മാടനടി, ധനവാൻ കിംസി വെച്ച് മരിച്ചും പോയി. മനസ്സിലാക്കുന്നവർക്ക് ശ്രോത്രം. പൈസ പോയത് മിച്ചം. എല്ലാവരും കൂടെ ഫ്രീസറിനകത്ത് ഡെഡ് ബോഡി വെച്ച് വന്ദേ ഭാരത് പ്ലെയിനകത്ത് UK നിന്നും കുവൈറ്റിൽ നിന്നും കുഞ്ഞുങ്ങൾ വന്ന് പള്ളി ഭാഗത്ത് ധനവാന് വേണ്ടി ജനലാശുപത്രിയുടെ അവിടുന്ന് നേരെ ബാലരാമപുരത്തേക്ക് പാട്ട്. എന്താ ലോകേ ഞാൻ എന്നോട്ടം തികച്ചു. പള്ളി ഇതുവരെ കയറാത്ത ധനവാന്റെ പാട്ടാണ്. മനസ്സിലാക്കുന്നവർക്കായി ഞങ്ങളുടെ നാട്ടിൽ ചാത്തന്നൂരിലൊരു അച്ചായൻ ഷാപ്പി കല്ലുവാവിക്ക മദ്യ ദുരന്തത്തിൽ മരിച്ചുപോയി. മോനെങ്ങാണ്ട് വെളിനാട്ടിലായിരുന്നു. ഒരു ദിവസം രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ കള്ള മദ്യം തരുന്ന അച്ചായൻ കുടിച്ചതിൻ്റെ ഡെഡ് ബോഡി പാടിക്കൊണ്ടുവരുന്നു, എന്നെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. മനസ്സിലാക്കുന്നവർക്കായി അതാ ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ പാട്ട്. വേറെ ഞാൻ ആരെയും കുറ്റം പറയല്ല. അങ്ങനെയെങ്കിൽ എന്താ സംഭവം? അച്ചായനെ എന്താ നേരെ കോവിഡ് നെഗറ്റീവ് ആയതുകൊണ്ട് ഭയങ്കര ശുശ്രൂഷയായിരുന്നു. ഞങ്ങളുടെ പാസ്റ്റർമാർ പ്രത്യേകിച്ചും പറഞ്ഞു അച്ചായൻ പള്ളിക്ക് മണി തന്നു, CSL ബിഷപ്പ് വന്ന് പാസ്റ്റർമാർ പറഞ്ഞു പാൻ തന്നു, എല്ലാം തന്നു. നല്ല അടക്കമായിരുന്നു. അച്ചായൻ്റെ കൊച്ചുമോൻ ഒരു കുഞ്ഞു പയ്യനുണ്ടായിരുന്നു, നമ്മുടെ കൊച്ചുമോൻ ഇരിക്കുന്ന പോലെ. നല്ല മോൻ, ദൈവം അനുഗ്രഹിക്കട്ടെ, നാളെയും വരണം. അപ്പോൾ ഈ പപ്പ ഇടയ്ക്കിടയ്ക്ക് ഈ പാറശാല പ്രശാന്തി ബാറിൽ കുടിക്കാൻ പോയിട്ട് അവന് നല്ല മിൽക്കിയുടെ ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പം മരിച്ചു, ഇനി ചോക്ലേറ്റും കിട്ടത്തില്ല. അപ്പോൾ അവൻ നോക്കിയപ്പോൾ പണ്ടത്തെ വലിയ 1/2 കിലോയുടെ ഫോണുണ്ട് സജിപ്പാസ് എറിക്സോണിൻ്റെ നോക്കിയാണ്. പയ്യൻ വിചാരിച്ച് എവിടെയെങ്കിലും ചെന്ന് അപ്പച്ച ഒരു മെസ്സേജ് അടിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ശുശ്രൂഷ മുടിവ് നിന്നപ്പോൾ ദൈവദാസന്മാർ പറഞ്ഞപ്പോൾ ഡെഡ് ബോഡി നമ്മൾ പെട്ടിയിലേക്ക് മാറ്റാൻ പോകും, കുടുംബക്കാരെ വെച്ച് ബാക്കിയെല്ലാം പുറപ്പിലോട്ട് നിന്നോളാൻ പറയും. സ്വോത്രം. അപ്പോൾ അപ്പനും കൊച്ചുമക്കൾ ബാക്കി എല്ലാവരും കൂടെ തലേണയെല്ലാം വെച്ച് പിന്മാറ്റത്തിൽ ധനവാൻ തോമാച്ചാൻ്റെ തല പൊക്കിയപ്പോൾ ഈ കൊച്ചുവാൻ ഒരു കാര്യം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൊണ്ടുവന്നൊരു മൊബൈൽ തലയുടെ കീഴിലും വെച്ച്. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. ഭയങ്കര അടക്കം, വെറൈറ്റി, മാർബിളിൽ നിന്ന് RIP, കാട്ടാക്കടിയിൽ നിന്ന് എന്തെല്ലാം പാട്ടും കൂത്തും നല്ല പാട്ടുകാരും എല്ലാം റെഡിയാക്കി. പക്ഷേ അപ്പച്ചൻ പോയത് സ്വർഗത്തിലോട്ടല്ല, അപ്പച്ചൻ പാതാളത്തിൽ പോയി. പാതാളത്തിൽ ചെന്നപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പവർ കട്ടും വന്ന് ഒരു പ്രളയവും വന്ന് 40 ദിവസം കറണ്ടുമില്ല. അപ്പോൾ അപ്പച്ചൻ തോമാച്ച അവിടെ ചെന്നപ്പോൾ പള്ളിച്ചലയും പ്രാവച്ചമ്പലത്തിലെ സകല കുടിയന്മാരും അവിടെ കിടക്കുക. എൻ്റെ പൊന്ന് തോമാച്ച, പ്രാവച്ചമ്പലത്ത് കൺവെൻഷൻ, ഊരൂട്ടമ്പലം കൺവെൻഷൻ, നരുവാമൂട്ടിലും കൺവെൻഷൻ, നീ അതിനെങ്കിലും കേട്ട് രക്ഷപ്പെട്ടുകൂടായിരുന്നു ഒന്ന്. സ്വോത്രം. അതാ ഈ യെശയ്യാ 14 പാതാളത്തിനകത്ത്. അപ്പം വീട്ടിൽ നല്ല ഗോദ്രേജും ഡേസിയും കറുത്തമുത്തും ചന്ദനമഴയും കണ്ടപ്പോൾ ധനവാൻ അവിടെ ചെന്നപ്പോൾ തിന്നാനുമില്ല കുടിക്കാനുമില്ല. ആദ്യമായിട്ട് കല്ലേലി പറഞ്ഞപ്പോൾ 50 കിർമി വായിലും കയറി. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം. പാതാളത്തിൽ കിർമിയ തോമാച്ച. അങ്ങനെ ഇരുന്ന് 40 ദിവസം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്ന് തോമാച്ചാൻ്റെ ലോക്കയുടെ മൊബൈലുണ്ട്, ചാർജ് ചെയ്ത് ആദ്യത്തെ നമ്പർ മൈ ഹൗസ്. രാവിലെ ഫോൺ ചെയ്തപ്പോൾ നല്ല നമ്മുടെ ദൈവദാസ ഇവിടുന്ന് പാടിയോള് നല്ല ദൈവ ഒരു വാതിൽ തുറന്നാൽ തോമാച്ച അത് ഞെട്ട് കേട്ടിപ്പോൾ എൻ്റെ വീട് തന്നെ ആണെന്ന്. ശ്രോത്രം. ഇച്ചിരി കഴിഞ്ഞ് അടുത്ത പാട്ട്, ഇസ്രായേലിൻ നാഥനായി വാഴും ഏക ദൈവം. രണ്ടാമതൂടെ കട്ട് വെച്ച് ജോസഫിനെ വിളിച്ചു, മോനെ നമ്മുടെ വീട് തന്നെയാണെന്നോ, ഏത് ഉപദേശി അവിടെ വന്നത്, ഇത്രയും രക്ഷയുടെ പാട്ടുകൾ കേൾക്കുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉപദേശി വന്നതല്ല, അച്ചായൻ്റെ 40 കുർബാന അവിടെ നടത്തുന്നതെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. അച്ചായൻ ചോദിച്ച് സ്പെഷ്യൽ ചൂട് ചെറുതായിട്ട് തുടങ്ങിക്കൊണ്ട് 7-അപ്പും പാലപ്പവും മട്ടൺ സ്റ്റൂ ആയിരുന്നു. സ്വോത്രം. അച്ചായൻ പറഞ്ഞാടാ പൊന്നു കുഞ്ഞെ, ഞാനിവിടെ പാതാളത്തിൽ കിടക്കുക, നീ ഒരു കാര്യം ചെയ്യും, PMG ചെന്നിട്ട് ഒരു പാർസലും ഒരു 7-അപ്പും കൊടുത്തു വിടണം. തോമാച്ചാൻ കെയർ ഓഫ് പാതാളം, പിൻമാറ്റത്തിൽ 69-20-20. മനസ്സിലാകുന്നവർക്ക്. അവനെ കാണാത്ത അച്ചായന്മാരെല്ലാം പാതാളത്തിൽ പോകും. അതാ ക്രിസ്റ്റ് കഴിഞ്ഞാൽ മാൻഡേറ്റ്, ടെക്നോളജി പ്ലേറ്റ്, കോർ, പാതാളം, യാതനാസ്ഥലം, അഗാധകൂപം. അതിൻ്റെ ഒരു വേർഷൻ പുറത്തെ ഇരുട്ട് തള്ളിക്കളയും. അങ്ങനെ എന്താ ഭൂകമ്പം വരാൻ പോകുന്നത്? മുല്ലപ്പെരിയാർ അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. എന്താ സംഭവം എന്നറിയാമോ? സൂര്യൻ്റെ ആകർഷണം ഭൂമിയിൽ വരും, അതായി കറങ്ങി കറങ്ങി നിർത്തുന്നത്. ഇനി എല്ലാവരും കേൾക്കണം. സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകം കുഞ്ഞുങ്ങൾ, അതിൻ്റെ പേര് ഹൈഡ്രജൻ. മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജനാണ് കത്തുന്നത്. ആ കത്തിയ വാതകത്തിൻ്റെ പുക അവിടെ കിടപ്പുണ്ട്. ആ കറുത്ത പുക ഹീലിയമായി മാറി. ആ ഹീലിയത്തിനകത്തൂടെ കറങ്ങുമ്പോൾ ഭൂമിക്ക് അട്രാക്ഷൻ കിട്ടത്തില്ല. ബാലരാമത്തിൽ നിന്ന് പാരൂർക്കുഴി വരുമ്പോൾ വണ്ടി ബ്രേക്ക് ഔട്ടുന്ന പോലെ പ്ലേറ്റുകൾ അനങ്ങും. അട്രാക്ഷൻ കിട്ടാതിരിക്കുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസമാ ഭൂകമ്പം. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും, അത് വീഴും, വിറയ്ക്കും, എഴുന്നേൽക്കയില്ല. അതാ ഭൂകമ്പം. അങ്ങനെയെങ്കിൽ എന്താ ഭൂകമ്പത്തിൻ്റെ പ്രത്യേകത? എല്ലാവരും കേൾക്കണം.
ഏറ്റവും നിർണായകമായി ഇന്ന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ. എന്താ മുല്ലപ്പെരിയാർ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ബാക്കിയുള്ളവരോ ഒന്നും പഠിക്കുന്നില്ല. 5 ജില്ല ഭൂമക്കളെ. കോട്ടയം 1, 2 ഇടുക്കി, 3 എറണാകുളം, 4 തൃശ്ശൂർ, ആലപ്പുഴ, അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ട ഒരു ഭാഗവും കൂടെ 45 കോടി ജനമാ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ മരിക്കുന്നത്. നിങ്ങൾക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വാഗമണി പ്രസംഗിച്ചിട്ട് വന്നേ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മുല്ലപ്പെരിയാർ മാത്രമല്ല പോകുന്നത്. 1 മുല്ലപ്പെരിയാർ, 2 ഇടുക്കി, 3 ചെങ്കുളം, 4 മലങ്കര, 5 കല്ലാർകുട്ടി, 5 ഡാമോടെ താഴെ പോകും സഹോദരന്മാരെ. സ്വോത്രം. ഒറ്റ ഡാം പൊട്ടിയാൽ 45 ലക്ഷം ജനമാ മരിക്കാൻ പോകുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം എന്തുവാ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരറിയണം. തിരുവിതാംകൂർ രാജകുടുംബം തമിഴ്നാടിനോട് കാണിച്ച കരുണയെ 999 വർഷത്തെ പാട്ടത്തിന് കമ്പം തേനിയിലേക്ക് വെള്ളം കൊടുക്കുവാൻ മുല്ലപ്പെരിയാറിൽ ഡാം 142 അടി വെള്ളം ആവശ്യമുള്ളത് ഒഴുക്കിക്കൊണ്ടുപോകാം. അത് പണിഞ്ഞ ഒരു എഞ്ചിനീയറുടെ പേര് ചുണ്ണാമ്പും മിശ്രിതമായിട്ടാണ് ജോൺ പെൻ ഹുക്ക് എന്നാ പണിഞ്ഞത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 50 വർഷത്തിൽ കൂടുതൽ ഡാം നിർത്തരുത്, മാറ്റി പണിയണമെന്ന്. 50 കഴിഞ്ഞ് 100 കഴിഞ്ഞ് ഇന്ന് ഡാം ഭയങ്കര ബലക്ഷയത്തിനകത്തിരിക്കുക. മുല്ലപ്പെരിയാർ ഏത് സമയത്തും പൊട്ടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇനി വിജയ് അണ്ണൻ വന്നാലും സ്റ്റാലിൻ വന്നാലും അവന്മാർ കരാറിൽ ഒപ്പിടത്തില്ല. അവ എങ്ങനെങ്കിലും കേരളം 2ആയി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മനസ്സിലാകുന്നവർക്കായി. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നമുക്ക് കുമരി മാവട്ടം, തിരുവനന്തപുരം, കൊല്ലം എടുക്കും. സന്തോഷമില്ലല്ലോ. കോയമ്പത്തൂർ ഭാഗങ്ങൾ പാലക്കാടുമായിട്ട് ചേരും. മലപ്പുറത്തിൻ്റെ ഒരു ഭാഗം ഗൂഡല്ലൂരുമായിട്ട് ചേരും. കേരളം തമിഴൻ്റെയിലാവും മനസ്സിലാകുന്നവർക്കായി. ഇനി ആര് വന്നാലും ഈ മുല്ലപ്പെരിയാറിനകത്ത് ഒരു കരാറ് തമിഴ് ഒപ്പിടത്തില്ല. പച്ചയ്ക്ക് പറയാം. ലൈവ് കേൾക്കട്ടെ, തമിഴ്നാട്ടുകാർ കേട്ടാലും. കഴിഞ്ഞ ദിവസം ഞാൻ എന്താ ചെയ്തി കൊടുത്ത തമിഴ്നാട്ട് മറ്റ് മാർത്താണ്ഡത്തേക്ക് പക്കം താൻ കൊടുത്തത് CSI. അതൊക്കെ താൻ അവരോട് ഇതല്ല പ്രസംഗിച്ചത്. അവരെല്ലാം താല്പര്യമാണ്. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ? മുല്ലപ്പെരിയാറിൻ്റെ വിഷയം പലരും ഇടുക്കി പ്രസംഗിപ്പിച്ചും ചോദിച്ചു. പാസ് പൊട്ടാത്തത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ ദൈവകൃപ. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇംഗ്ലീഷുകാരൻ പണിഞ്ഞുകൊണ്ട് കുറച്ച് ആൾ നിൽക്കും. മലയാളിയായിരുന്നു നിന്ന് ഇപ്പോൾ ബൈപ്പാസ് പണിഞ്ഞ പോലെ താഴെ വീണേന്. നമ്മുടെ ഇംഗ്ലീഷുകാരൻ UK-കാരൻ പെൻഹുക്കാണ് ഇത് പണിഞ്ഞത് മനസ്സിലാക്കുന്നവർക്കായി. ബാക്കി കൂടെ കേട്ടോണം. എന്താ അമ്മമ്മേ ഈ മുല്ലപ്പെരിയാർ? എല്ലാവരും കേൾക്കണം. 1993 എല്ലാം ഓൺലൈനിൽ അയച്ചു കൊടുക്കണം. സെപ്റ്റംബർ 30 എവിടാ? മഹാരാഷ്ട്രയിലെ ലത്തൂർ കുലുങ്ങി 6.5. അതാ ഭൂകമ്പം. ആ കമ്പനം 2 പ്രാവശ്യമായിട്ട് 10,000 പേര് മരിച്ചു, 30,000 പേര് പരിക്കേറ്റു. 56 വില്ലേജാണ് മഹാരാഷ്ട്ര ലത്തൂരിൽ കുലുങ്ങിയത്. ആ കമ്പി നമ്മുടെ KV ലൈൻ കിടക്കുന്നതല്ല. ആ കമ്പിയ മഹാരാഷ്ട്ര, കർണാടക, ഗോവ, മംഗലാപുരം, സുൽത്താൻ ബത്തേരി, ഇന്നത്തെ കൊച്ചി കടൽ, അവിടുന്ന് മൂവാറ്റുപുഴ, അവിടുന്ന് തൊടുപുഴ, ഉപ്പുതറ, കാഞ്ചിയാർ, വള്ളക്കടവ്, മുല്ലപ്പെരിയാർ. അന്ന് ആദ്യമായിട്ട് മുല്ലപ്പെരിയാർ ഡാമിനകത്ത് വിള്ളൽ വീണരുത്. എൻ്റെ മക്കളെ 33 വർഷം മുമ്പ് കർത്താവ് ഇത് കൊടുത്തു അടയാളം. അന്നാണ് മുല്ലപ്പെരിയാർ ഈ വിള്ളൽ വരുന്നത്. അപ്പം ഇനി ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാൻ പോകുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 45 ലക്ഷം ഈ വൻ ഭൂകമ്പത്തിൽ മുല്ലപ്പെരിയാർ ഇന്ന് കേരളത്തിൽ നിന്ന് മാറും. അതൊരു അന്ത്യകാലമാണ്. അതിപ്പോൾ പൊട്ടുമോ? മുല്ലപ്പെരിയാറിൽ എന്ത് സംഭവിക്കും? ഭൂകമ്പം ഉണ്ടാവോ? വായിക്കാണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. ഇതെല്ലാം കണ്ട ഒരു തലമുറയോടെ ഈ സഭാദിനത്തിൽ സംസാരിക്കുന്നത്. കോവിഡ് എന്ന മഹാവ്യാധി, അത് കഴിഞ്ഞിട്ട് ഭൂകമ്പം. കഴിഞ്ഞ ദിവസം വെനീസുലെ കണ്ടില്ലേ, ഫിലിപ്പീൻസിൽ കണ്ടില്ലേ, വലിയ ഭൂകമ്പം. ക്ഷാമത്തിന്റെ കാര്യം പറയണ്ടല്ലോ മനസ്സിലാകുന്നവർക്കായി. ഇടയ്ക്ക് വെളിച്ചെണ്ണ കൈ തിരട്ടുമ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില കേട്ടപ്പോൾ ആൾക്കാർ കരയാൻ തുടങ്ങി. സന്തോഷമില്ലല്ലോ. ഇപ്പോൾ ഒന്ന് ശരിയായി വന്ന്. അതിൻ്റെ ഇടയ്ക്കല്ലോ കുക്കിംഗ് ഗ്യാസിന് വേണ്ടി എല്ലാം ക്യൂ നിന്നില്ലേ. കഴിഞ്ഞ വർഷങ്ങൾ ഇറാനി ഒരു അടി തുടങ്ങിയപ്പോൾ കുറ്റിയായിട്ട് പോകുന്നു, ഗ്യാസുമായിട്ട് പോകുന്നു. ബിവറേജസ് നിൽക്കുന്നതിനേക്കാളും ചേട്ടനും ചേച്ചിയും ഗ്യാസ് ഓഫീസിൽ നിൽക്കുക. സ്വോത്രം. എല്ലാ ക്ഷാമം വരും. തമ്പാനൂരിലെ ചായക്കട പോലും പൂട്ടി. ഇപ്പോൾ വില കുറഞ്ഞപ്പോഴാണ് ചായ പോലും ഒഴിച്ചു തുടങ്ങിയ. സ്വോത്രം. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ? 45 ലക്ഷം ജനത്തെ വെള്ളത്തിനകത്ത് മുക്കിക്കൊല്ലുന്നവനാണോ സ്വർഗത്തിലെ ദൈവം? ഇപ്പോൾ അത് സംഭവിക്കത്തില്ല. ഇടുക്കിയിൽ ആരാധിക്കുന്ന നല്ല ദൈവമക്കളുണ്ട്. ഹൈറേഞ്ചിലും വാഗമണിലും വണ്ടിപ്പെരിയാറിലും കരമടിച്ച് അപ്പാവുക്ക് മഹിമയും കൊടുത്ത് രാജാവും മാളികയിൽ രാപ്പകലായി അമർന്നിരിപ്പ്. സുതിപ്പോലെ ഏലിയാവിൻ ദൈവമേ എന്ത് നല്ല അരുമയാണ് പാടൽ പാടുന്നത്.
ഒരു ദേശത്ത് ഒരുവനെങ്കിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നെങ്കിൽ ആ ദേശത്ത് ന്യായവിധി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടുത്തെ ചാനലുകാർ കേൾക്കട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ, ആരോ കേൾക്കട്ടെ, മുല്ലപ്പെരിയാർ ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടാം. എന്നാൽ മുല്ലപ്പെരിയാർ പെട്ടുന്നതിന് മുമ്പ് ഒരു കാര്യം, മോശയുടെ ശബ്ദം കേട്ട് എല്ലാവരും മനസ്സിലാക്കണം. ബൈബിൾ ഇസ്രായേൽ ജനം യാത്രയായി ആഴമേറിയ ചെങ്കടലിൽ വന്നു. അന്ന് മോശ ഒരു വടി നീട്ടി ആകാശത്ത് നിന്ന് ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. ഇസ്രായേൽ ജനത്തെ മറുകര കടത്തിയെങ്കിൽ ഇന്ന് രാത്രി കേരളത്തോട് സന്തോഷത്തോടെ ഞങ്ങൾക്ക് വിളിച്ചു പറയാം, മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് ഒരു കൂട്ടം ജനം ഇവിടുന്ന് എടുക്കപ്പെടും. ആരാ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി ഗ്രേസ് റിവൈവൽ ഫെലോഷിപ്പിൽ ഇരിക്കുന്ന മക്കളെ, മുല്ലപ്പെരിയാർ പൊട്ടുന്ന ശബ്ദം നമ്മുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവീൻ. മുല്ലപ്പെരിയാർ മൂന്ന് കാര്യവും കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം, ബാക്കി നാളെ. ഈ മലകളും ദ്വീപുകളും നേതാക്കന്മാരും എല്ലാം ജീവനം കൊണ്ട് സ്ഥലം കാലിയാക്കും. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 6, 14, 15 വാക്യങ്ങൾ. വായിച്ചാട്ടെ. വെളിപ്പാട് 6, 14, 15 വായിച്ചാട്ടെ. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അവിടെ പണ്ട് കുഞ്ഞുങ്ങൾ പാടത്തില്ലയോ നല്ല പാട്ട്, ആകാശം മാറും ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. അങ്ങനെയെങ്കിൽ ഈ ഭൂകമ്പമുണ്ടായാൽ ഈ സൂര്യൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭൂമിക്ക് പ്രകാശം കിട്ടത്തില്ല. അന്നേരം ചന്ദ്രൻ രക്തം, വെനീസിലെ ആകാശത്ത് മൊത്തം രക്തചന്ദ്രൻ കണ്ടു. അതുകൊണ്ടായി പ്രസംഗം എടുത്തത്. കഴിഞ്ഞ ദിവസങ്ങൾ വെനീസിലെ ഭൂകമ്പം കഴിഞ്ഞപ്പോൾ ആകാശത്തിൽ രക്തചന്ദ്രൻ. അതാ ആൻറ്റി വായിച്ചത്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു, പുസ്തക ചുരുൾ ചുട്ടുന്ന പോലെ ആകാശം മാറിപ്പോയി. ഇനി കേരളത്തിൽ ഇപ്പൊ നടന്ന സംഭവങ്ങൾ വായിക്കാം. ആൻറ്റി ഇത് വായിച്ചാട്ടെ. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. തുടക്കം അമ്പൂരിയിലായിരുന്നു, മനസ്സിലാകുന്നവർക്കായി. തിരുവനന്തപുരം ജില്ല അറിയാം. ഒരു പാറ വന്ന അമ്പൂരിയിൽ എത്ര എണ്ണം ഒറ്റയടിക്ക് ഒരു കുടുംബത്തിൽ പോയി. അമ്പൂരി മല 1, 2ാമത്തെ മല പോയത് ഏറ്റവും നിർണായകമായി കവളപ്പാറ പുത്തുമല നിലമ്പൂർ, 3ാമത്തത് ഇടുക്കി പെട്ടിമുടി, അത് കഴിഞ്ഞ് 4 കൂട്ടിക്കൽ ദുരന്തം. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് 2 വർഷം പുറകിൽ വയനാട് മേപ്പാടി ദുരന്തം. മനസ്സിലാകുന്നവർക്കായി ഈ നമ്മുടെ കൺവെൻഷൻ ബഹുമാനപ്പെട്ട സജിപാസ് നോട്ടീസ് അടിക്കുമ്പോൾ ഈ ജൂലൈയിൽ വീണ്ടും വയനാടിൽ മല ഇടിഞ്ഞിറങ്ങി താഴേക്ക് വന്നു. കരം ഉയരുന്നില്ലല്ലോ മാമയെ. ബൈബിള് ക്ലിയർ ആയോ? മേപ്പാടി ചുരം മുഴുവൻ ഇറങ്ങി വീണ്ടും താര വന്നു. ഈ കൺവെൻഷൻ നോട്ടീസ് അടിക്കുമ്പോൾ അപ്പൊ നമ്മുടെ ബൈബിൾ എത്ര അക്കാലത്ത് സകല മലയും ദീപം സ്വസ്ഥാനത്ത് ഇളകിപ്പോകും. ഒരിക്കൽ കൂടി അമ്പൂരി, നിലമ്പൂർ കവളപ്പാറ പുത്തുമല, ഇടുക്കി പെട്ടിമുടി, മുണ്ടക്കയം കൂട്ടിക്കൽ, മേപ്പാടി ദുരന്തം. കഴിഞ്ഞ 2 വർഷം പുറകിൽ അതിൻ്റെ ബാക്കി പത്രമായി തുരങ്കത്തിന് വേണ്ടി ഇടിക്കുമ്പോൾ ഒരു മല മുഴുവൻ ഇടിഞ്ഞിറങ്ങി മേപ്പാടിയിൽ. മനസ്സിലാകുന്നവർക്കായി സകല മലയും ദീപ സ്വസ്ഥാനത്ത് നിളകിപ്പോ. വായിച്ചട്ടം മാമേ, ഇതാ ഞങ്ങളുടെ പ്രസംഗം. വായിക്കാം. എല്ലാ നേതാക്കളും നിലവിളിക്കും. നമ്മുടെ വി.ഡി. സതീശൻ സാർ ഓടി അവിടെ ചെന്നൊക്കെ ഞങ്ങൾ കണ്ടില്ലേ? രാജാക്കന്മാര്, മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. ഇനി വരാൻ പോകുന്നത് പ്രകൃതി ദുരന്ത. സിംഹാസനത്തിൽ ഇരിക്കുന്നവരെല്ലാം ജീവനം കൊണ്ട് സ്ഥലം വിടുമെന്ന് മനസ്സിലാകുന്നവർക്കായി എല്ലാവരെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. വി വിൽ റെസ്പെക്ട് അവർ ലീഡേഴ്സ് ഓഫ് അവർ പൊളിറ്റിക്സ്. ഇവിടെ വിഴിഞ്ഞത്ത് ആ കടലൊന്ന് ഇന്നിപ്പം ആ പ്രളയത്തിലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ എന്നപ്പോൾ ജനം അങ്ങ് ഇളകിയതാ. അവസാനം അന്ന് മനോജപ്രാവ് സാർ ഉണ്ടായിട്ട് പുള്ളി പോലും വീട്ടിലെത്തിയത്. ഇതെല്ലാം അന്ത്യകാലമാണ്. നേതാക്കൾക്ക് ഇനി ഉറക്കം കിട്ടാത്ത പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യത്തില്ല. ആത്മഹത്യ ചെയ്താൽ അവർക്കറിയാം ശിക്ഷാവിധി. അതുകൊണ്ട് മലയുടെ ചവിട്ടിലും പാറയുടെ ചവിട്ടിലും ചെന്നിട്ട് പറയും, ഒരെണ്ണം ഞങ്ങളുടെ തലമേൽ വീഴുവാൻ. മനസ്സിലാകുന്നവർക്കായി പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവൻ. അടുത്തത് കുഞ്ഞാടിന്റെ. വായിച്ചാട്ടാണ്ടി വായിച്ചാട്ടെ. പലകളോടും പാറകളോടും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം, സിംഹാസനത്തിലെ മുഖത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം മതി. കുഞ്ഞാടിന്റെ കോപ ദിവസം വരാറായി. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ
ഇവിടുത്തെ MLA ഓടും, മന്ത്രിമാരോടും, ഇവരെല്ലാം ഓടും. ഇങ്ങനെ ഇവരെല്ലാം കസേര വിട്ടോടുമ്പോൾ നമ്മുടെ പ്രത്യാശ ഒരു രാജാവ് നീതിയോടെ വാഴും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ ഇവിടുത്തെ നേതാക്കന്മാരുടെ കസേരകളെല്ലാം പോകുമ്പോൾ രാജാതി രാജാവായി നമ്മുടെ കർത്താവ് വരും. ബൈബിൾ വായിക്കേണ്ട ഹഗ്ഗായി 2:6-7. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ കരയിനെ ഇളക്കും. സുനാമി നിങ്ങൾ കണ്ടു, കടലിനെ ഇളക്കും. സകല ജാതികളും കോവിഡിന്റെ മറവിൽ ഇളകുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. ഇതിന്റെ നടുവിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരും. യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, യേശുക്രിസ്തു CSAയുടെ ദൈവമല്ല, യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല, യേശുക്രിസ്തു ഹൈന്ദവന്റെ ദൈവമല്ല, ഇസ്ലാമിന്റെ ദൈവമല്ല. ഇന്ന് രാത്രി പട്ടണത്തോട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ, ഈ കൺവെൻഷനകത്ത് നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ, നിന്റെ പാരമ്പര്യം നോക്കാതെ യേശു രക്ഷകനെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ താങ്കളെ ചേർക്കാൻ യേശു മടങ്ങി വരും. അവസാന ഭാഗങ്ങളിലേക്ക് 2 കാര്യം പറഞ്ഞപ്പോൾ പാട്ടുപാടി ആരാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. 2035 എല്ലാവരും കേൾക്കണം. 2040 കൂടി ഈ സൂര്യൻ ഉറങ്ങാൻ പോകുമെന്ന് ആരാ പറയുന്നത്? സജു ചാത്തന്നൂരല്ല, നിങ്ങളുടെ എല്ലാ മൊബൈലിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ISROയുടെ മുൻ ചെയർമാൻ ES സോമദാസ് സാറ്, ഇപ്പോൾ പത്തനാപുരത്തുകാർ ഒരു മലയാളിയെ വീണ്ടും ISROയുടെ ചെയർമാൻ, അതിന് മുൻ ചെയർമാൻ ES സോമദാസ് സാറ് കൗമുദിക്കും മനോരമയ്ക്കും ഇന്റർവ്യൂ കൊടുത്തിട്ട് പറഞ്ഞു, മനുഷ്യൻ ഇനി അധിക നാൾ ഭൂമിയിൽ പാർക്കാൻ കഴിയത്തില്ല, ഈ ഭൂമി വാസയോഗ്യമല്ല, ഇവിടെ തീരും, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോകും. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോകുമെന്ന് ബൈബിളിനകത്തുണ്ടോ? ആൻറ്റി വായിക്കണം. മനുഷ്യൻ ചൊവ്വായിലും പോകും. നമ്മുടെ ഷൈപാസിപ്പ് നോട്ടീസ് അടിച്ചപ്പോൾ ദാണ്ട് അനിൽകുമാർ ബൈക്കന്നൂരിൽ നിന്ന് മലയാളിയും ശൂന്യാകാശത്തിലേക്ക് പോകുന്നു. ബൈബിളിനകത്തുണ്ട് ഇതെല്ലാം. മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ കൂടുവെക്കും. വായിക്കാം. ഉപദ്യാവ് 4 വായിച്ചാട്ട് ആന്റി. നീ കഴുകനെ പോലെ ഉയർന്നാലും, നീ കഴുകനെ പോലെ ഉയർന്നാലും, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും, നീ ചൊവ്വായിലും പോകും, ചന്ദ്രനിലും പോകും, ശൂന്യാകാശത്തിലും എല്ലാം നീ പോകുമെന്ന്. കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നീ എവിടെ പോയി കൂടുവച്ചാലും നിന്നെ അവിടെ നിന്ന് ഇറക്കുമെന്ന്. സ്വത്രം. മനുഷ്യ അന്യഗ്രഹങ്ങളിൽ പോവോ? കഴിഞ്ഞ ദിവസം പത്രം വായിച്ചില്ലേ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കേട്ടാട്ടെ, 2 പെൺകൊച്ചുങ്ങൾ ദാ പോകാൻ പോകുന്നു. പാലക്കാടുകാർ ലേഖ ശ്രദ്ധ പോകുന്നത് ചൊവ്വായിൽ 5.25 കോടി കിലോമീറ്റർ 127 ഡിഗ്രി സെന്റിഗ്രേഡ് 2 പെൺപിള്ളേർ പോകാൻ പോകുന്നു. ചിന്നമ്മയും അറിയാമേ സന്തോഷമില്ലല്ലോ. പാലക്കാടുകാർ ലേഖ ശ്രദ്ധ ഇതാ പോകുന്നു ചൊവ്വായിൽ മലയാളി. സ്വത്രം. അങ്ങനെയെങ്കിൽ ബൈബിൾ ക്ലിയർ ആയ വെച്ചായ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. മനുഷ്യ, നീ അന്യഗ്രഹങ്ങളിൽ പോയി കഴുകനെ പോലെ കൂട് വെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്നെ ഇളക്കുമെങ്കിൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളെ ചേർക്കാൻ യേശു മധ്യാകാശത്തിൽ വരും. ഞങ്ങൾക്കൊരു വീടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലം. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളു. നാട്ടുകാരോട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ചങ്കൂറ്റത്തോടെ ഉത്സാഹത്തോടെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. അടുത്തത് പഠിക്കുന്ന മക്കൾ. സൂര്യനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഫ്രാങ്കിൽ. അദ്ദേഹം ഇരിക്കുന്നത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ബെർക്ക്ലി ക്യാമ്പസ്. ഒരു വല്യപ്പച്ചനാണ്, 85 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സം ഡേയ്സ് ആഫ്റ്റർ സൺ ഈസ് ഗോയിങ് ടു സ്ലീപ്പ്. സൂര്യൻ ഉറങ്ങാൻ പോകുമെന്ന്. എന്നാൽ നമ്മുടെ പ്രത്യാശ ഈ സൂര്യൻ ഇറങ്ങുമ്പോൾ മലാക്കി പറയുന്നു, നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ നാം മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കൺവെൻഷൻ്റെ 1ാമത്തെ രാത്രി 2 കാര്യം കൂടെ പറയാം. ഷാർപ്പിട്ടായി ആയി വരുന്നുള്ള 9 കറക്റ്റ് ഒരു പാട്ടുകൂടെ പാടുമ്പോൾ നിർത്താം. മത്തായി 7:24-25 ഒരു സാക്ഷ്യം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 7:24-25 സഹോദരങ്ങൾക്ക് ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. ആന്റി അവിടെ 1 മിനിറ്റ് നിന്നാട്ട്. ഞാൻ ഗോപയ്ക്കായി കാത്തിരുന്നവൻ എങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായി കുഴിയിൽ നിന്ന് കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുന്ന ഭവനം എവിടെ നിൽക്കും? അടുത്തത്, എത്ര പ്രസംഗം കേട്ടിട്ടും ഗുണപ്പെടാത്ത ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം മാനസാന്തരപ്പെടണം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് വായിച്ചു.
എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ബുദ്ധികെട്ട മനുഷ്യനായി പോയി. അടുത്തത് വൻമഴ ചൊരിഞ്ഞു, പൊങ്ങി, എല്ലാവരും മാങ്കോ അലർട്ടും ഒക്കെ അടിക്കുമെന്ന്. അടുത്തത് കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, വീഴ്ച വലിയ. പള്ളിച്ചൽ ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്, അവന്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കാൻ യേശു മടങ്ങി വരും. രണ്ട് കാര്യം പറഞ്ഞിട്ട് ഈ രാത്രി, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ എന്താ, നമ്മുടെ നല്ല സ്ഥലം, നമുക്ക് നെയ്യാറിൻ്റെ സമീപത്ത് വെള്ളം ഒഴുകി വരുന്നിടത്ത് നല്ലൊരു മരം ഉണ്ടായിരുന്നു, നാടൻ കഥ. അതിനകത്ത് 2 കൂട്ടരുണ്ടായിരുന്നു. 1-2 ചില്ലകളിൽ കുരങ്ങന്മാർ നല്ല ബിയറും ജവാൻഡറും ഒക്കെ അടിച്ച് സുഖമായിട്ടിരിക്കുക. മേളി 2 ചില്ലകളിൽ കുരുവി ഉണ്ടായിരുന്നു. അവരുടെ പാട്ട് എന്താ, അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അങ്ങനെ ജൂലൈ മാസമൊക്കെ ആയി. നേരത്തെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് പ്രളയമൊക്കെ വന്ന് നെയ്യാറിലെ മരം ഇച്ചിരി കുനിഞ്ഞ്, നമ്മുടെ അമ്മച്ചി വന്ന് കുനിയുന്ന പോലെ മരം കുനിഞ്ഞ്. അപ്പോൾ കുരുവി സ്നേഹത്തോടെ കുരങ്ങ ചേട്ടനോട്, ചേട്ടാ ഇപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം, പലയിടത്തും മഴ, പലയിടത്തും പെരുമഴ, യെല്ലോ മാങ്കോ അലർട്ട്, പിന്നെ ആകാശത്ത് മേഘവിസ്ഫോടനം. ഈ മരത്തിനധികം ആയുസ് ഇല്ല. അപ്പോൾ കുരുവിയോട് കുരങ്ങൻ ചോദിച്ചു, മരം വീണാ നീ എങ്ക പോയത്? നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്ന പോലെ നീ മനിതന്നെ നീ എങ്ക പോയത്? കുരുവി പറഞ്ഞു, എനിക്ക് ചറവുണ്ട്, ഞാൻ എൻ്റെ വഴിക്ക് അങ്ങ് പോകുന്നു. സന്തോഷമില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോൾ ആഗസ്റ്റ് മാസത്തിലായി ഭയങ്കര പ്രളയം. കൊടപ്പനക്കുന്നി കളക്ടറെ ഒന്നും നെയ്യാറിൽ ആൾക്കാർ വിളിച്ചില്ല. 7 മണിയായപ്പോൾ വൈകിട്ട് കുരങ്ങ ജവാൻ്റെ റമ്മും ബിസ്കി എല്ലാം മേടിച്ച് ചിപ്സുമായിട്ട് മരത്തെ അടിച്ചുകൊണ്ടിരിക്കുക. കുരുവി നല്ല പാട്ടുകൾ പാടി നീങ്ങിപ്പോൾ എൻ്റെ ഭാരങ്ങൾ പാടിക്കൊണ്ടിരുന്നപ്പോൾ നെയ്യാറിലെ ഷട്ടർ തുറന്ന് വെള്ളം പടപടാ വന്ന്. സ്വോത്രം. കുരങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയില്ല. അവൻ്റെ ചിപ്സ് കുപ്പിയും കള്ളുമായിട്ട് താഴെ വീണ്. മനസ്സിലാകുന്നവർക്കായി പരിശുദ്ധാത്മാവിൻ്റെ ചിറകുള്ള കുരുവി അതിൻ്റെ സങ്കേതത്തിലേക്ക് പറന്നുപോയി. ഒരു ചെറിയ കഥയെങ്കിലും ഇന്ന് രാത്രി, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ചിറകുള്ള കുരുവി ആകാശത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന പോലെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരാറായി. ബാക്കി നാളെ രാത്രിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് കാലുകളേറെക്കുറെ വഴുതിപ്പോയി ഒരു പാട്ടും പാടണം മോനെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 1-ാമത്തെ സാക്ഷി. നാളെ ഷാർപ്പ് നിങ്ങൾ വരണം, നല്ല വചനം നമുക്ക് കേൾക്കാം കർത്താവിൻ്റെ വരവിന്. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ എല്ലാവരും കേട്ടാട്ട്, ചേട്ടന്മാർ ചേച്ചിമാർ ഈ കഥയൊക്കെ കേട്ടിട്ട് ലൈവും കൊടുത്തോണം. അമേരിക്കയിൽ നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഓൺകോളജി ക്യാൻസർ ഡോക്ടർ മാർക്കെന്ന. അദ്ദേഹമാണ് അമേരിക്കയിലെ ഫെയിൻ ഡോക്ടർ. അദ്ദേഹത്തിന് അടുത്ത പട്ടണത്തിൽ, പാലസ്റ്റൈനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അടുത്ത പട്ടണത്തിൽ ഒരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട് ഈ ഡോക്ടർമാർ. അപ്പോൾ 1.5 മണിക്കൂറുള്ള നമ്മുടെ തിരുവനന്തപുരത്ത് ചെന്നൈ പോകുന്നുള്ളൂ. പ്ലെയിനകത്ത് പോയാൽ മതി. വൈകിട്ട് 5:30 പ്ലെയിൻ. 4 മണിക്ക് എയർപോർട്ടിൽ വന്നപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു ഇംഗ്ലീഷ്, ഡ്യൂറിംഗ് ടു ദ വിൻഡ് ദ എയർപോർട്ട് ഈസ് ഷട്ട് ഡൗൺ ലാസ്റ്റ് 48 hours. 48 മണിക്കൂർ പ്ലെയിൻ ഇല്ലെന്ന്. ഇദ്ദേഹം നേരെ അകത്ത് കയറി മാനേജരോട് പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ വലിയ ഡോക്ടർ, പെരിയ ഡോക്ടർ, അതുകൊണ്ട് ഒരു പ്ലെയിൻ വിട്ടു തരണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാണുന്നില്ലേ, കാറ്റാ, നിങ്ങളുടെ പ്ലെയിൻ കടലിൽ വീണ് തട്ടിപ്പോകത്തില്ല, അതുകൊണ്ട് വേണേൽ കാർ എടുത്ത് പോക്കോളാം. സ്വോത്രം. അപ്പോൾ പുള്ളി ചൂടായി. ഒരു കാർ എടുത്ത് 9 മണിക്കൂർ ഓട്ടം വേണം അടുത്ത സ്റ്റേറ്റിൽ. 5:30 കൂടി 9:30 ആയപ്പോൾ കയ്യിലെ വെള്ളവും തീർന്ന്, എല്ലാം തീർന്ന്. നമ്മൾ ഈ അമ്പൂരി തേക്കുപാറ കഴിഞ്ഞ് കളിയിൽ പോകുന്ന ഗണപതിക്കല്ല് പോകുന്ന പോലെ അടുത്ത സ്റ്റേറ്റ് ചെന്നൈ കയറുന്ന അല്ലെ തമിഴ്നാട്ടിൽ പോകുന്ന പോലെ വളരെ ഇടുങ്ങിയ വഴി, കയ്യിലൊരു ചായ കുടിക്കാൻ നിവർത്തിയുള്ള കടകളില്ല. ഞാൻ കാറ് പോയപ്പോൾ എൻ്റെ പൊന്നു ചേച്ചി ആൻറ്റി കേട്ടാട്ട് ഒരു വീടിൻ്റെ മുമ്പിൽ 2 ചിമ്മിനി വിളക്ക് കത്തുക. കാർ അവിടെ കൊണ്ട് ചവിട്ടി നിർത്തി. കോളിംഗ് ബെൽ അടിച്ചു. ഒരു സഹോദരി ഇറങ്ങി വന്നു. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു, മൈ നെയിം ഈസ് മാർക്ക്, സിസ്റ്റർ കോൾഡ് ഈസ് ടു മച്ച്, മേക്ക് എ കോഫി ഫോർ മീ. ഒരു കാപ്പി ഇട്ട് തരുമെന്ന്. പക്ഷേ ഒരു തണുപ്പ് ഭയങ്കര, ഒരു കാപ്പി തരും. അവിടെ സ്നേഹത്തോടെ പറഞ്ഞു, ഐ മേക്ക് എ കോഫി ഫോർ യു 5 മിനിറ്റ്, 5 മിനിറ്റ് കൊണ്ട് തരാം. കസേരയിരുന്നു. അവൾ ഹീറ്ററിനകത്ത് ഇൻഡക്ഷൻ കുക്കറിൽ അങ്ങാണ്ട് കാപ്പി വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം തിളഞ്ഞ സൗണ്ട് കേട്ടപ്പോൾ അകത്ത് പോയി. നമ്മുടെ മോൻ്റെ കണക്ക് ഒരു മോനെ കെട്ടിപ്പിടിച്ചിട്ട് അവളിങ്ങനെ കരയുക. ഡോക്ടർ മാർക്കിനെ കാണും, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അദ്ദേഹത്തിൻ്റെ അകത്തൊരു അകവാള് പോയി. ഇവളെന്തോ ഈ പ്രാർത്ഥിക്കുന്നു, എനിക്ക് നിരീശ്വരവാദിയാണ്. 5 മിനിറ്റ് കാപ്പി കൊണ്ടൊന്ന് കുടിച്ചു വെച്ച് ഇതിൻ്റെ ഭർത്താവ് എവിടെ മരിച്ചുപോയി. ആരായി കുഞ്ഞ്? ക്യാൻസറാ. ഈ സ്റ്റേറ്റിലെ ഡോക്ടർ പറഞ്ഞു, ഇനി രക്ഷയില്ല, താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടർ അടുത്ത സിറ്റിയിലുണ്ട്, ഡോക്ടർ മാർക്ക്, കണ്ടാ സർജറി, മോന് വിടുതൽ കിട്ടും, പൈസ ഇല്ല, ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഈ നിരീശ്വരവാദിയാ ഡോക്ടർ. ആ സൗകര്യം എടുത്ത് പറഞ്ഞു, എല്ലാവരും കേൾക്കണം, ഇവിടെ ബൈബിൾ ഉണ്ടോ? ഡോക്ടർ ബൈബിൾ മേടിച്ച സൗകര്യോട് പറഞ്ഞവരുണ്ട്, കുഞ്ഞ് നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്കാ നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ എൻ്റെ പ്ലെയിൻ ഇല്ലാതിരുന്നത്, എൻ്റെ കാർ കൃത്യം നിൻ്റെ വീട്ടിന് മുമ്പിൽ ചവിട്ടണമെങ്കിൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം. അവിടെ വെച്ച ഡോക്ടർമാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സഹോദരി, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും നീ കണ്ണീരോടെ വിതച്ചാൽ നീ ആർപ്പോടെ കൊയ്യും. വചനമേൽക്കുന്നവർക്ക് ഈ സഭാദിനത്തിൽ വിശ്വാസത്തോടെ പറയണം, ഡോക്ടർ മാർക്കിന്റെ കാറ് ആ വീട്ടുമുറ്റത്ത് വന്നതുപോലെ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം
വയലച്ചടിക്ക് പ്രകാശം. 6 കൂട്ടം കാര്യങ്ങൾ ഒരു ക്ലാസ്സിലെ പോലെ. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും, അതിനു മുമ്പ് നീതി സൂര്യൻ. 2, ആകാശത്തിൽ നിന്ന് പാറ, അതിനു മുമ്പ് ക്രിസ്തുവാകുന്ന പാറ. 3, ഒരു വല്ലാത്ത ജലം നാം കുടിക്കേണ്ട കാലം വരാറായി, അതിനു മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്തവരെ ചേർക്കാൻ യേശു മടങ്ങി വരും. 4, രക്തവെള്ളം കിണറ്റിലും പറമ്പിലും തോട്ടിലും വരും, അതിനു മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച തൻ്റെ മക്കളെ ചേർക്കാൻ വാനമേഘത്തിൽ യേശു വരും. 5, മുല്ലപ്പെരിയാർ പൊട്ടും. ആ ശബ്ദം ഇവിടെ വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ചവർ നിത്യവീട്ടിലെടുക്കപ്പെടും. സകല മലകളും കുന്നുകളുമെല്ലാം ഇളകിപ്പോകും. ഭരണാധികാരികൾ സിംഹാസനം വിട്ടുപോകുമ്പോൾ നമ്മുടെ പ്രത്യാശ, ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുത മന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭുവായി, രാജാക്കന്മാരുടെ രാജാവായി യേശു മടങ്ങി വരാറായി.